ഈ ഉസ്മാൻ ഇബ്നു അബീ ആസിഫ് തഖഫി റളിയല്ലാഹു അൻഹു വേദനയെ കുറിച്ച് പരാതി പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ലഅയദക അലല്ലദീ തഅല്ലമ മിൻ ജസദിക, നിന്റെ ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് രോഗമുള്ളത്, വേദനയുള്ളത്, ആ വേദനയുള്ള സ്ഥലത്തേക്ക് നിന്റെ നീ കൈവെക്കണം. പ്രിയമുള്ളവരെ, ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്, വേദനകൾ അനുഭവിക്കുന്നവരെ കാണുന്നവരും വീട്ടിൽ രോഗിണിയായ ഭാര്യയുണ്ടാകും, രോഗികളായ മക്കളുണ്ടാകും. ഒരുപക്ഷെ നമ്മുടെ അയൽപ്പക്കങ്ങളിലോ ബന്ധുജനങ്ങളിലോ രോഗത്തിന്റെ വേദനകൾ കാരണം ഒരല്പം ആശ്വാസം എനിക്കൊന്ന് ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലോ പുറത്തോ കഴിയുന്നവരുണ്ടാകും. വേദന സഹിക്കാൻ കഴിയുന്നില്ല. ഒരല്പനേരം ഒന്ന് വേദനയൊന്ന് മാറി നിന്നുവെങ്കിൽ എനിക്ക് എത്ര ആശ്വാസമായിരുന്നുവെന്ന് അവനിങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്നൊക്കെ വെച്ചുകൊണ്ടേയിരിക്കും. ചില ആളുകളുടെ ശരീരങ്ങൾ വേദനകൾ കൂടുതൽ താങ്ങൂല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ അവർ കേൾക്കുന്നുണ്ട് എങ്കിൽ, അങ്ങനെയുള്ള ആളുകളെ അറിയുന്നവർ കേൾക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഉസ്മാൻ ഇബ്നു അബീ ആസിഫ് തഖഫി റളിയല്ലാഹു അൻഹു കുറേ നാൾ കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന വേദനയാണ് റസൂലേ എന്ന് അവരാദി പറഞ്ഞപ്പോ പറഞ്ഞത്, ലഅയദക അലല്ലദീ തഅല്ലമ മിൻ ജസദിക, ശരീരത്തിൽ എവിടെയാണോ വേദനയുള്ളത് ആ ഭാഗത്തേക്ക് നീ എന്ത് ചെയ്യും, നിന്റെ കൈ വെക്ക്. എന്നിട്ടോ വഖുൽ ബിസ്മില്ലാഹി സലാസ. ഇതൊരു ആത്മീയ ചികിത്സയാണ്. രോഗം തന്നവനാരാണോ ആ രോഗം തന്നവനോട് തന്നെ രോഗത്തിന്റെയും വേദനയുടെയും അവസ്ഥകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പരാതി പറച്ചിലാണ്, അവനോടുള്ള സഹായതേട്ടമാണ്. അല്ലാഹുവിനോട് ബിസ്മില്ലാഹി സലാസ, 3 പ്രാവശ്യം ബിസ്മില്ല എന്ന് നിങ്ങൾ പറയണം. 3 പ്രാവശ്യം കൈവെക്കുക, എന്നിട്ട് ബിസ്മില്ല എന്ന് പറയുക. ബിസ്മില്ല എന്ന് 3 പ്രാവശ്യം പറയുക. എന്നിട്ടോ 7 പ്രാവശ്യം 7 പ്രാവശ്യം ഇനിയുള്ള ദുആ നീ പറയണം. വേദനകൾ ഉണ്ടാകുന്നവർ, ഒരുപക്ഷെ വാർദ്ധക്യ അവസ്ഥയിലുള്ളവർക്ക് ഇത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കും. എല്ലാവരും കേൾക്കണം. കാരണം ഇത് ഹദീസാണ്, ഇത് അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുവചനമാണ്, ഇത് ആധികാരികമായ പ്രമാണമാണ്. മുസ്ലിമിന്റെ 2202 ഹദീസാണ്. അവിടുന്ന് പറയുകയാണ്, മുസ്ലിമിന് മാത്രമല്ല തിർമിദിയിലും ഹദീസ് ചർച്ച ചെയ്യുന്നുണ്ട്. ധാരാളം ഹദീസ് ഗ്രന്ഥങ്ങളിൽ ആവർത്തിച്ച് കാണുന്ന ആധികാരികമായ ഒരു ഹദീസാണ്. എന്തുകൊണ്ടാണ് മരുന്നിനെ പറഞ്ഞു കൊടുത്ത് പ്രവാചകൻ ഈ ആത്മീയ ചികിത്സ കൂടി പറഞ്ഞു കൊടുത്തത് എന്ന് നമ്മൾ ചിന്തിക്കുന്നു. 7 പ്രാവശ്യം നീ പറയേണ്ട ദുആ, അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഹാദിർ. അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഹാദിർ. കൂടെ പറഞ്ഞ സഹോദരങ്ങളെ, അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഹാദിർ. ഡോക്ടറുടെ മുന്നിൽ പോയിട്ട് എനിക്ക് പെയിൻ കില്ലർ വേണമെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് വേദന മാറാൻ വേണ്ടി സിറപ്പ് വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ, ഈ ഡോക്ടറെയും നമ്മയും ഒക്കെ പടച്ച, വേദനകളെ പടച്ച, വേദനകൾ നമുക്ക് തന്ന ഏതൊരു പടച്ചവനോടാണോ പരാതി പറയേണ്ടത്, ആ പടച്ചവനോട് നമ്മൾ ചോദിക്കണം. അഊദു ബില്ലാഹി വഖുദ്റതിഹി, അവന്റെ ഖുദ്റത്ത് കൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അല്ലാഹു അത് തടയൂല. ഇമാം നബവിയെ പോലെയുള്ളവരൊക്കെ ഇതിന്റെ വ്യാഖ്യാനം പറഞ്ഞപ്പോ ഒരാൾ യഖീനോടുകൂടി, ഉറപ്പോടുകൂടി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഉറപ്പോടുകൂടി ഒരാൾ ഇത് ചെയ്താൽ ഉറപ്പാണത് മാറിയിരിക്കും.